ഹലോ, എല്ലാവർക്കും നമസ്കാരം. രാവിലെ നേരത്തെ തന്നെ അമൃത്സർ വിട്ട് വൈകുന്നേരത്തോടു കൂടി ജയ്പൂർ എത്താന്നായിരുന്നു പ്ലാന്. പക്ഷെ സോളോ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി കൂടുതൽ ഉറങ്ങിപ്പോയി ഗൈസ്. അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഏകദേശം ഒരു 10-10:30 ആയി കാണും നമ്മൾ ജയ്പൂരിലേക്കുള്ള റൈഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ. അമൃത്സർ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സിറ്റി തന്നെയാണ്. അതിമനോഹരമായ സിറ്റി തന്നെയാണ്. നിങ്ങളുടെ റൈഡിൽ എന്തായാലും ഉൾപ്പെടുത്തേണ്ട ഒരു സിറ്റി തന്നെയാണ് അമൃത്സർ കേട്ടോ. അപ്പൊ അതൊന്നും മറക്കണ്ട. പക്ഷെ നമുക്കിനി നമ്മുടെ റൈഡ് കണ്ടിന്യൂ ചെയ്തേ പറ്റൂ. അതുകൊണ്ട് നമ്മൾ മൂവിങ് ടു ജയ്പൂർ. സമയം 10 മണി ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ. പൊതുവെ ട്രാഫിക് ജാം ഉണ്ട് ഇവിടെ. എന്നാലും നമ്മുടെ മെയിൻ സിറ്റികളെ പോലെ ഈ ബാംഗ്ലൂര്, ഡൽഹി അതുപോലത്തുള്ള ട്രാഫിക് ജാമുകളൊന്നും ഇല്ല. എന്നാലും ഞാൻ ഇറങ്ങിയപ്പോൾ പൊതുവെ തിരക്ക് കുറവായിരുന്നു. വളരെ സമാധാനം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വയ്യ, ബമ്പർ ടു ബമ്പർ ഓടിക്കാൻ വയ്യ. ഇതിനകത്ത് ക്ലച്ച് പിടിച്ച് വണ്ടി ഓടിക്കേണ്ടത്. അങ്ങനെ വളരെ സമാധാനത്തിൽ നമ്മൾ അമൃത്സർ സിറ്റി പതിയെ വിട്ട് നേരെ ഹൈവേയിലോട്ട് കയറുകയാണ്. അപ്പൊ നമ്മുടെ അമൃത്സർ ജയ്പൂർ യാത്ര ഇവിടെ ഒഫീഷ്യലി സ്റ്റാർട്ട് ആവുകയാണ്. ഇനി കാത്തിരുന്ന് കാണണം ഗായ്സ്, ഈ ട്രിപ്പിൽ എന്താ സംഭവിക്കണേന്ന്. കുറച്ചു പേരെങ്കിലും നോട്ടീസ് ചെയ്ത് കാണും എന്റെ സൗണ്ടിന് കുറച്ചൊരു അടപ്പുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫീവറാണ് 2 ദിവസമായിട്ട്. സോ അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട് വോയിസ് ഓവർ ചെയ്യുമ്പോൾ. ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. പുതിയ ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമ്മളെ റൈഡ് വീണ്ടും ആരംഭിച്ചു. നമ്മളിപ്പോ നേരെ ജയ്പൂരാണെന്ന് പോകുന്നത് കേട്ടോ. അമൃത്സറിനോട് ഒരു ടാറ്റ ബൈ ബൈ പറയുന്നു. നമ്മൾ നേരെ നമ്മുടെ ജയ്പൂർ പോകുന്നു. ജയ്പൂരിന് ഇപ്പൊ എന്താണ് കാഴ്ചകൾ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. എന്റെ പൊന്നെ, ഇതെന്തോന്നത്? അപ്പൊ നമ്മൾ അമൃത്സറിലെ ഏകദേശം ഇതിനൊരു മ്യൂസിയം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, വാർ മ്യൂസിയം. പക്ഷെ അത് കാണാനുള്ള ടൈം കിട്ടില്ല. ഇന്ന് കുറച്ച് ലേറ്റായി. ഇന്നലെ സാധനങ്ങളൊക്കെ അടുക്കിപ്പറിച്ച് വെക്കുമ്പോഴത്തേക്കും ഒരു വിധമായി. അപ്പോ നമ്മള് നേരെ ജയ്പൂർ പോകുന്നു. അയ്യോ, ആസ് യൂഷ്വൽ ഇന്നും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. എന്താ ചെയ്യുക? എന്തായാലും ഇപ്പൊ ഒരു 11:30 ആകുന്നുണ്ട്. സോ ഇത് എന്തുവാടെ ഇത്? ഇവിടെ ഒന്നും ചോദിക്കാനും പറയാനും ആരുമില്ലേ? ലോറിയൊക്കെ ഓപ്പോസിറ്റ് സൈഡ് വരുന്നത്. അടുത്ത കുരിക്ക് പൊടിയോ? ആ ലോറി പോയതിന്റെ കണ്ടോ? സത്യം പറയട്ടെ, നമ്മൾ കേരളം എത്രയോ ബെറ്റർ, ഫാർ ബെറ്റർ ആണ് കേട്ടോ. ഇജാതി പണിയൊന്നും ആരും ചെയ്യില്ല. ലോറി എടുത്തിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ വരുന്ന പരിപാടി അതൊന്നും ആരും ചെയ്യില്ല. അല്ല ബൈക്കോ കാറോ എപ്പോഴെങ്കിലും ആരെങ്കിലും കയറ്റി കൊണ്ടുവരുമോ അല്ലാതെ. കാറും റയറാണ്, ലോറിയൊക്കെ എടുത്തോണ്ട് വരുന്നത്. എന്തുവാ അത്? ഇതെന്ത് ഹൈ സ്പീഡ് ലൈനിൽ കൂടെ വരുന്നുണ്ട്. ഇത് ഈ സ്പീഡ് ലൈനിൽ കൂടെ കയറി വരുന്നുണ്ട്. അതറിയോ? കേരളം ഫാർ ബെറ്റർ. റോഡ് എത്ര നന്നായാലും മെന്റാലിറ്റി, നമ്മുടെ റോഡ് നല്ലതല്ല പക്ഷെ മെന്റാലിറ്റി നല്ലതാണ്. ഇവിടെ റോഡ് നല്ലതാണ് പക്ഷെ മെന്റാലിറ്റി നല്ലതല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിയ പോലെ. അത് കണ്ടോ? അതെന്താ മറ്റേ സർക്കസ് കാണിക്കുന്ന ഒരുത്ത ഇങ്ങോട്ട് വരുമ്പോ അങ്ങോട്ട് പോകുന്നു. ചിലപ്പോ ആ മറ്റേ കടക്കും തോന്നുന്നു കേട്ടോ. ചിലപ്പോ കണ്ടോ, എന്തോ ഭാഗ്യം. അതൊന്നും നോക്കാറ് പോലും ഇല്ല. ഓക്കെ, എന്താണ്, നമുക്കിതൊന്നും ഇല്ലല്ലോ പ്രശ്നം. നമുക്കിതൊന്നും ഒരു പ്രശ്നമല്ലാതായി. സോളോ ആയതിൻ്റെ ഒരു നല്ലതും ഉണ്ട് ചീത്തയും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പെട്രോളൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. പെട്രോളൊക്കെ അടിച്ച് ഫില്ല് ചെയ്തു. നേരത്തെ പെട്രോളൊക്കെ അടിച്ച് ഫില്ല് ചെയ്തത് നമുക്ക് പറഞ്ഞേക്കാം. എന്തായാലും ഒരു 2 മണിക്കൂർ റൈഡ് പോട്ടെ. എന്നിട്ട് നമുക്ക് പതുക്കെ ഏതെങ്കിലും ഫുഡ് ധാബയിൽ എവിടെയെങ്കിലും നിർത്താം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ധാബയിൽ നിർത്താന്ന് പറഞ്ഞു. ലാസ്റ്റ് ഞാൻ ഗുരുദ്വാരയിൽ പോയിട്ട് അവിടുത്തെ അന്നദാനമാണ് കഴിച്ചത് കേട്ടോ. എവിടെ? അമൃത്സർ വരുമ്പോ തരും. ഇത് എന്തുകൊണ്ട് ഇത് ടോപ്പൊന്നും ട്രാക്ടറിന് ബസ്സാക്കിക്കണോ? അയ്യോ, അടിപൊളി.
വേറൊരു ചെറിയ രസമാണ് ഈ ഫിംഗറുകളില്ലേ എല്ലാ 10 വിരലിൻ്റെ ഈ ടോപ്പ് ഒരുമാതിരി തരിച്ചു കയറുന്നു, തരിച്ചിട്ട് കിട്ടുന്നു. ആ പോകുന്നേ ഇല്ല, എന്താണോ എന്തോ. ഞാൻ നമ്മുടെ ഒരു ഡോക്ടർ ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റൈഡ് ചെയ്യല്ലേ, അപ്പോൾ ഫിംഗേഴ്സിൻ്റെ യൂസ് കൂടുന്നതുകൊണ്ട് പെയിന് വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. എന്താണോ എന്തോ പെയിൻ എന്ന് പറയാൻ എൻ്റെ ഒരു തരിപ്പ്, ആ ഒരു തണുപ്പത്ത് ഇങ്ങനെ തരിച്ച് നിൽക്കില്ലേ, അതുപോലെ ഒരു തരിപ്പ്. എന്താണോ എന്തോ ആർക്കറിയാം. അപ്പോൾ നമ്മൾ നേരെ ജയ്പൂർ പോകുന്നു. ജയ്പൂരിലെ വിശേഷങ്ങളും കാര്യങ്ങളും നമ്മൾ അടുപ്പിച്ച് പറ്റാവുന്നത്ര മാക്സിമം നമ്മൾ എല്ലാം കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചുറ്റും ഗോതമ്പ് പാടങ്ങളിലൂടെയുള്ള ഹൈവേയിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ നാടിൻ്റെ ഒരു ഫീലാണ്. എന്താണ് അവിടെ നമുക്ക് നെൽകൃഷിയായിരിക്കും, ഇവിടെ ഗോതമ്പാണ്. പക്ഷെ നല്ലൊരു വൈബ് കൂടെയാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ ടോൾ പ്ലാസകൾ കണ്ടോ, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വേറെ വേറെയാണ്. അങ്ങോട്ട് വരുന്ന ആൾക്ക് വേറെ, ഇങ്ങോട്ട് വരുന്ന ആൾക്ക് വേറെ. ഇതൊരു നല്ല പരിപാടിയാണെന്ന് എനിക്ക് തോന്നി കേട്ടോ. നമ്മൾ ഏകദേശം എത്രയായി? 11, 12, 1, 2, 1:45. നമ്മളിപ്പോ എത്ര മണിക്കാണ് വണ്ടി എടുത്ത്? 11 കാണുന്നല്ലേ. ഒരു 2-2.5 മണിക്കൂറായി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റൈഡ് ചെയ്യുന്നു. ബ്രേക്ക് എടുത്തിട്ടില്ല കേട്ടോ. സോളോ പോകുന്നതിന്റെ ഗുണം അതാണ് കേട്ടോ, നിർത്താനേ തോന്നുന്നില്ല. പക്ഷേ എന്താണ് പ്രശ്നം എന്ന് വെച്ചാല് നല്ല വിശക്കുന്നുണ്ട്. അപ്പോൾ നല്ല വിശപ്പുണ്ട്. നമുക്ക് എവിടെയും വണ്ടി നിർത്തണം, വലിയ പണി. പിന്നെ റെസ്റ്റ് കൊടുക്കാം. കണ്ണൊക്കെ ഇങ്ങനെ അടയാൻ തുടങ്ങിയിട്ടുണ്ട്. റെസ്റ്റ് എടുത്ത് ഫുഡ് കഴിച്ച് റിഫ്രഷ് ആയിട്ട് വീണ്ടും നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നിങ്ങളും അങ്ങനെ തന്നെ ചെയ്താൽ മതി. ഞങ്ങൾ അവിടെ നിന്ന് വരുന്ന സമയത്ത് എന്താ പറയുക, ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ ഫ്രീക്വൻസ് ആയിട്ട് ഒരു 100-120 അവിടെ നിന്ന് റെസ്റ്റ് എടുക്കുമായിരുന്നു. റോഡ് അയ്യോ, ഹൈവേ പോയോ? നല്ല ഹൈവേ. നല്ല ഹൈവേ ആയിരുന്നു. ഇതും കുഴപ്പമില്ലല്ലോ. ഇത് ഹൈവേ, ഇത് 7 ഏതൊരു ഹൈവേ. അപ്പം ഞാൻ പറഞ്ഞത് ഞങ്ങൾ അവിടെ നിന്ന് വരുന്ന സമയത്ത് നേരെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ബ്രേക്ക് എടുക്കുമായിരുന്നു. അപ്പോൾ അവിടെ ഒരു ദാവി ഉണ്ടല്ലോ, എല്ലാവരും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ എന്തായാലും കാണുമായിരിക്കും. ഉണ്ട്. അപ്പൊ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഏത് ധാബ? കിസാൻ ധാബ. ഓക്കെ, പഞ്ചാബല്ല. ഓക്കെ, നമുക്ക് ഫുഡ് കഴിച്ചിട്ട് തുടങ്ങാം ബാക്കി. ഞാൻ കയറിയത് ഒരു 3 റൊട്ടിയും ഒരു ദാൽ ഫ്രൈയും പറഞ്ഞു കേട്ടോ. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വിശന്നിട്ടാണോ എന്നറിയില്ല, പടപടേന്ന് ഞാൻ വേഗം കഴിച്ചു തീർത്തു കേട്ടാ. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ട് റൈഡ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ നേരത്തെ വിശന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു, ഇപ്പൊ ഫുഡ് കഴിച്ചതിൻ്റെ ഉറക്കമാണ് വരുന്നത്.
ലഞ്ചൊക്കെ ആയപ്പോൾ ഫുഡൊക്കെ കഴിച്ച് സെറ്റായി. ഏകദേശം ഒരു 40 മിനിറ്റ് എടുത്തു ഫുഡ് കഴിക്കാം കേട്ടോ. ടൈം സാരമില്ല, എന്നാലും നല്ല കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു കേട്ടോ. റൊട്ടിയും ദാൽ ഫ്രൈ അടിപൊളി. ഇപ്പോഴാണ് ഒരു സമാധാനം. അപ്പോൾ നമ്മുടെ ഉറക്കക്ഷീണമൊക്കെ അങ്ങനെ മാറിയിട്ടുണ്ട്. നമ്മൾ നേരെ ജയ്പൂരിലോട്ട്, ചണ്ഡീഗഡ് പോയിട്ട് വേണോ നമുക്ക് പോകാൻ? അയ്യോ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെയല്ല, ചണ്ഡീഗഡ് പോവില്ല എന്നാണല്ലോ ഇത് കാണിച്ചത്. മാപ്പിൽ കാണിച്ചത് ചണ്ഡീഗഡ് പോവില്ല എന്നാണ്. പക്ഷെ ഇവിടെ ചണ്ഡീഗഡിൻ്റെ ബോർഡൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, നോക്കാം. നല്ല ഗോതമ്പ് പാടങ്ങൾ. എനിക്ക് മരുഭൂമിയിൽ കൂടെ പോകണമെന്നൊരു, ഒട്ടകത്തിൻ്റെ പുറത്ത് പോകണമെന്നൊരു ആഗ്രഹമാണ്. ജയ്പൂരിന് എത്ര ദൂരം ഉണ്ടെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഓക്കെ, മരുഭൂമിയിലെ ഒട്ടകത്തിൻ്റെ മേലെ ഒരു സവാരി ചെയ്യണമെന്നൊരാഗ്രഹം. പക്ഷേ നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. എന്നാലും നമുക്ക് നോക്കാം. അവിടെ നിന്ന് ആദ്യം ചെന്നിട്ട് നമുക്കൊന്ന് അന്വേഷിച്ചിട്ട് അത് പറ്റുകയാണെങ്കിൽ അതും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ജയ്പൂർ. റോഡരികിലെ ഒരു പെട്ടിക്കട കണ്ട് ഒന്ന് റീഫ്രഷ് ആവാന്ന് പറഞ്ഞിട്ട് വണ്ടി നിർത്തിയതാ. അപ്പൊ നമ്മുടെ ഒരു 2 പഞ്ചാബ് ചേട്ടന്മാര് വന്ന് ഫുള്ള് കോമഡി. അവരെ വീഡിയോയിൽ ഉൾപ്പെടുത്തുവോ, വീഡിയോ വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. कहाँ से हो भाई आप? मैं केरला से। केरला से जी? हाँ, प्रोग्राम भी करते हुए आप छोटा मोटा? तो लद्दाख की साइड पड़ेगा? नहीं, मैं केरला से लद्दाख गए हो और उसके बाद अमृतसर के बाद अभी जयपुर जा रहा हूँ। ऐसा घूम के जाता है। ऐसा एक वीडियो तो नहीं आती मारे मारे क्या हुआ है ये करते हैं छोटा मोटा आगे वही नहीं तो एक गड्डी भी आगे दिख के बैठ जाते हैं। ठीक था वो की वीडियो? हां, वीडियो आएगा, ये तो नहीं आएगी, तब आएगा। आवेगी भाई। मोटो इंस्टाग्राम पे आ गया, इंस्टा में एडिटिंग जूम कर देंगे। तो जो एडिटिंग करते हैं ना ये वाली मत डाल दो। ये मत भाई, क्या नाम बता रहा था? കുറച്ചു നേരം അവരോട് കോമഡിയും പറഞ്ഞു നിന്ന് ഞാൻ പിന്നെ വണ്ടി എടുത്ത് പതുക്കെ വിട്ടു കേട്ടോ. थैंक यू। ठीक है हो जाएगा। അങ്ങനെ നല്ലൊരു സൂര്യാസ്തമയം കണ്ട് നമ്മുടെ റൈഡ് പിന്നെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തു. ഇതാണ് ഈ കാർപ്ലേന്റെ ഒരു പ്രശ്നം കേട്ടോ. ഇത് എന്താണ്, ട്രാൻസ് ഹരിയാന എക്സ്പ്രസ് വേ ആണ്. നമുക്കൊരു ബൈക്ക് കാണുന്നുണ്ട്, ബൈക്കും ട്രാക്ടറും വരുന്നുണ്ട്. പക്ഷെ നമുക്കിതിൽ 110 കിലോമീറ്റർ പോകണം. ഇതിന്റെ ഫ്രണ്ടില് ബൈക്കും ഓട്ടോ അതൊന്നും അലൗഡ് അല്ല എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. എന്താവുമെന്ന് എനിക്കറിയില്ല. ഒരു പുള്ളിക്കാരൻ വരുന്നുണ്ട് ബൈക്കിൽ കേട്ടോ. ഇത് പക്ഷെ എക്സ്പ്രസ് വേ ആണ്. നോക്കി വണ്ടി നമുക്ക് എത്ര വേണേ പടയ്ക്കാം. പക്ഷേ എന്താ സീന്, ഇനിയിപ്പോ ഇതിന്റെ എൻഡിൽ എവിടെയെങ്കിലും പോലീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർന്നു. ഈ കാർപ്ലേ ചെയ്ത പണിയാണ് കേട്ടോ.
കാർപ്ലേ നേരെ തന്നെ എക്സ്പ്രസ് വേയിലേക്ക് കയറ്റി വിട്ടു. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, നേരെ പോവാന്നല്ലാതെ വേറെ ഒരു വഴിയില്ല. പിന്നെ വേറെ കേട്ടോ, ഞാൻ ബൈക്കിന്റെ റൂട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് നോക്കി, ഏകദേശം ഒരു 1 hour കൂടുതലാണ്. 1 hour കൂടുതലാണ്. പിന്നെ എന്താ പറയാ, ഒരു 90 കിലോമീറ്ററോളവും കൂടുതലാണ്. 90 കിലോമീറ്റർ നമുക്ക് ഇതിലൂടെ പോയാൽ ലാഭിക്കാൻ പറ്റും. അപ്പൊ ഞാൻ രണ്ടും കൂടെ എടുത്തിട്ടാണ്. ഇനിയിപ്പോ ഫൈൻ വരുമോന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ബൈക്കുകൾ, ഇവിടുത്തെ ലോക്കൽ ബൈക്കുകളൊക്കെ ഇതിലൂടെ പോകുന്നുണ്ട് കേട്ടോ, കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. നമ്മളെ ടൂറിസ്റ്റ് ഇനിയിപ്പോ നമ്മളെ പിടിച്ചിട്ട് എന്തെങ്കിലും ചെയ്യുമോന്നൊക്കെ അറിയണം. എന്തായാലും എക്സ്പ്രസ് വേയിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. ഇതെന്താണ്, ഇത് ഹരിയാന എക്സ്പ്രസ് വേ ആണെന്ന് പറയുന്നത്. എന്താണ്, ട്രാൻസ് എന്നാണ് തോന്നുന്നത്. ഓക്കെ, ട്രാൻസ് ഹരിയാന എക്സ്പ്രസ് വേ ആണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല എത്ര പോകുന്നതെന്ന് അറിയാം, 120 പോളേ, അടിപൊളി. ഇതിലൂടെ മറ്റേ ഇതൊന്നും എടുക്കാന്ന് വിചാരിക്കാം. പക്ഷെ ഇവിടെ ലോക്കൽ ബൈക്കുകാരൊക്കെ പോകുന്നുണ്ട്, അതുകൊണ്ട് വലിയ സ്പീഡില്ലാന്ന് തോന്നും. പക്ഷെ ഇതിന്റെ എന്തിന് നമുക്ക് കൊണ്ടത് 115 കിലോമീറ്ററോളം പോവാണ്ട്. 115 കിലോമീറ്ററിന്റെ അപ്പുറത്തെ എന്താണ് അവസ്ഥ എന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. എന്തായാലും എക്സ്പ്രസ് വേയിൽ വണ്ടി ഓടിക്കാനുള്ള ഒരു ചാൻസ് കിട്ടി. എന്തായാലും മാക്സിമം മുതലാക്കാം കേട്ടോ. നല്ല രസം കേട്ടോ ഓടിക്കാൻ. ഇപ്പോഴാണ് ക്രൂസ് കൺട്രോളിന്റെ ഒരു എന്താ പറയാ, ആ ഒരു കുറവ് ഞാൻ ഫീൽ ചെയ്തത്. ഈ കൈ ഇങ്ങനെ പിടിച്ചിട്ട് തന്നെ നിൽക്കണം, അല്ലാതെ വേറെ വഴിയില്ല. ഓക്കെ, ക്രൂസ് കൺട്രോള് ലോങ് ട്രിപ്പിന് നിർബന്ധമായിട്ട് വേണം നിങ്ങൾ അങ്ങനത്തെ ബൈക്ക് നോക്കിപ്പോ. നമ്മുടെ ചെക്കന് അതില്ല, നമ്മുടെ ചെക്കന് ഒന്നുമില്ല. ട്രാക്ഷൻ കൺട്രോൾ ഇല്ല, സ്ലിപ്പർ ക്ലച്ച് ഇല്ല, അതൊന്നും ആവശ്യമില്ല. ട്രാക്ഷൻ കൺട്രോളും സ്ലിപ്പർ ക്ലച്ചും ഇല്ലെങ്കിലും അഡ്ജസ്റ്റ് മാനേജബിൾ ആണ്. ബമ്പർ ടു ബമ്പർ വരുമ്പോഴാണല്ലോ ഈ സ്ലിപ്പർ ക്ലച്ചും കാര്യങ്ങളും, അല്ലെങ്കിൽ കോർണർ ചെയ്യുമ്പോഴൊക്കെയാണ് സ്ലിപ്പർ ക്ലച്ചിന്റെ ഒക്കെ ആവശ്യം വരുന്നത്. പക്ഷേ അത് നമുക്ക് മാനേജബിൾ ആണ്. പക്ഷെ ക്രൂസ് കൺട്രോൾ ഇല്ലാതെ നടക്കുന്നില്ല. ഈ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. എന്താ പോണ പോക്കെന്ന് അറിയുമോ. എന്തായാലും പിന്നെ എത്തുമ്പോ എന്താ അവസ്ഥ അത് കണ്ടറിയണം കേട്ടാ. നമുക്ക് നോക്കാം. ഇപ്പൊ എന്തായാലും ഹൈവേയിലൊന്ന് അടിച്ചു പൊളിച്ച് പോട്ടെ. ഈ എക്സ്പ്രസ് ഹൈവേ നമുക്കൊരു 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ നമുക്ക് ലാഭിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഒരു 90 കിലോമീറ്റർ, 90-100 കിലോമീറ്റർ നമുക്ക് ലാഭിച്ചു തന്നിട്ടുണ്ട് സീരിയസ്ലി. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് എന്നെ പോലീസ് പൊക്കിയില്ല. നമ്മള് പതിയെ ജയ്പൂർ സിറ്റിയിലേക്ക് എത്തിയിട്ടാ. സമയം എത്ര? 9:20, 9:25. അടിപൊളി അടിപൊളി. അവിടെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ അവൻ്റെ അടുത്ത് ചോദിച്ചിട്ടൊരു ഹോട്ടൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് പോയി നമുക്ക് നോക്കാം. ജയ്പൂർ ടൗണിലെ ഫ്ലൈ ഓവറിന് ലൈറ്റ് കൊടുത്തിട്ട് കേട്ടോ, ലൈറ്റ് കൊടുത്ത് അലങ്കരിച്ചിരിക്കുന്നതാണ് കാണുന്നത്. എന്ത് ഭംഗിയായിരുന്നെന്നറിയോ. ഞാൻ സിഗ്നലിൽ ജസ്റ്റ് നിന്നപ്പോഴാണിത് കണ്ടത്. നമ്മുടെ ഫ്ലൈ ഓവേഴ്സ് ഉണ്ട്, പോസ്റ്റർ ഒട്ടിയും തൊപ്പിയും പൊന്നെ. പക്ഷെ ഇതൊരു നല്ല മാതൃകയാണ് കേട്ടോ. എല്ലാ ഗവൺമെന്റും ഏറ്റെടുക്കാൻ പറ്റുന്നതാണ്. എന്ത് രസമല്ലേ കാണാൻ. നോക്കിയേ, ഞാൻ ഏകദേശം ഒരു 10 മണിയോടുകൂടി എൻ്റെ ഫ്രണ്ട് പറഞ്ഞ ഹോട്ടലിലെത്തി. അതൊരു മലയാളി ഹോട്ടൽ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്റ്റേ ഈ റൂമിൻ്റെ ആണ് കേട്ടോ. കുഴപ്പമില്ല, അഡ്ജസ്റ്റബിൾ ആണ്. 800 രൂപ. സോളോ ആയതൊരു പ്രശ്നമുണ്ട്. നമുക്ക് പിന്നെ കുഴപ്പമില്ല, നല്ലതൊക്കെ തന്നെ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വലിയ കുറ്റം പറയാൻ അഡ്ജസ്റ്റബിൾ എന്ന് പറയാം. പിന്നെ നമുക്ക് ഇപ്പോൾ ഇന്ന് ജയ്പൂരിൽ ഇരുന്നിട്ട് നാളെ നമ്മൾ ഇറങ്ങും. നാളെ വണ്ടി ഒന്ന് സർവീസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. നോക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് ജയ്പൂരിലെ വിശേഷങ്ങളുമായിട്ട് കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.